നമ്മുടെ ബിഷപ്പ് രേണുസുതിക്ക് കൊടുത്തൊരു വീട് തിരിച്ചെടുക്കാൻ പോകാമെന്ന് പറഞ്ഞു ഒരു ലീഗൽ നോട്ടീസ് രേണുസുതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഗൽ വശം നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി അത് ഇമ്പോസിബിൾ ആണ്. അതായത് ഒരാൾക്ക് വൺസ് ഗിഫ്റ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സാധനം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻ അല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിലവിലെ റൂൾ പ്രകാരം 6-7% രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യണം. ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഫീസ് അടക്കണം. രജിസ്ട്രേഷൻ ഫീസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രീ ആവുന്ന കേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കും. അതായത് അച്ഛൻ, അമ്മ, അനിയത്തി അല്ലെങ്കിൽ ചേട്ടൻ, ഇവരെ നമ്മൾ ഇതൊക്കെ ബ്ലഡ് റിലേഷനിൽ പെടുന്നതാണ്. പണ്ട് കസിൻസൊക്കെ പെടുമായിരുന്നു. കസിൻസ് നമ്മുടെ ബ്ലഡ് റിലേഷൻ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം പ്രകാരം നമുക്ക് അച്ഛൻ, അമ്മ, അനിയനുണ്ടെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ, ഇവർക്ക് മാത്രമേ അത് മാത്രമേ ബ്ലഡ് റിലേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഫ്രീ ആയിട്ട് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിലവിലത്തെ ഇത് പ്രകാരം 6% ഒരു 7% അടുപ്പിച്ച് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാണ്ട് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ടെക്നിക്കലി അച്ഛൻ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ 7 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ അഗെയിൻസ്റ്റ് ചെയ്ത വീഡിയോസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ വീട് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്, അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു ഫേക്ക് ന്യൂസ് പോലെ തോന്നുന്നു. എന്തായാലും അത് ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്.